പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് യൂട്യൂബ് ചാനലിൽ കൂടിയൊക്കെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഉസ്താദന്മാരെ കളിയാക്കുന്ന ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് ആ കോപ്രായം കാണിച്ചുകൊണ്ട് കാണാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അത് കണ്ടിട്ട് അതിൽ കൂടി കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. പ്രിയമുള്ള ആ കുടുംബക്കാരോട് പറയാനുള്ളത്, നമുക്കറിയാം ഇന്ന് മുസ്ലിം സഹോദരിമാരടക്കം പോലും വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടേതായ ശരീരത്തിന്റെ ഭാഗങ്ങൾ മാത്രമല്ല, അവളുടെ സൗണ്ട് പോലും ഔറത്താണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സൗണ്ട് പോലും ഔറത്താണ്. മറ്റുള്ളവർ അവരുടേതായ സൗണ്ട് കേട്ടിട്ട് പോലും ആഗ്രഹം പ്രകടിപ്പിക്കും. അതാണ് പെണ്ണിനൊരു പ്രത്യേകത അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്, അവളുടെ ശരീരത്തിനും നോട്ടത്തിനും അവളുടേതായ സംസാരത്തിനും എല്ലാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടു പോകുന്ന നമ്മുടെ സഹോദരിമാര് പോലും ഇന്ന് യൂട്യൂബും അതേപോലെ ക്യാമറയും ഒക്കെ ആയിട്ട് ഇറങ്ങി ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും കാണിച്ചുകൊണ്ട് അള്ളാഹുവെ ഔറത്ത് പോലും വെളിവാക്കിയിട്ട് ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഹോദരിമാര് രംഗത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരുണ്ട് ഇന്ന്. എന്നിട്ട് ഉസ്താദന്മാര് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, അതിനെതിരെ ഒന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഇസ്ലാമിന്റെ അഹ്കാമുകളും വിധിവിലക്കുകളും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉസ്താദന്മാരെ കളിയാക്കിയിട്ട് ട്രോള് ചെയ്യുന്നവരോട് പറയാനുള്ളത്, ഈ അടുത്ത് നമ്മൾ കാണുകയുണ്ടായി, ഉസ്താദന്മാര് വഅദ് പറയുന്നത് പോലെ വഅദ് പറഞ്ഞിട്ട് ഉസ്താദന്മാരെ കളിയാക്കുന്നു. ഉസ്താദന്മാരെ കളിയാക്കിയിട്ട് കാര്യമില്ല. ഉസ്താദന്മാര് പറയുന്ന കാര്യം എന്ന് പറയുന്നത് അത് അവരുടെ സ്വന്തം കാര്യം അല്ല എന്ന് നിങ്ങൾ നല്ലതുപോലെ പഠിക്കേണ്ടതുണ്ട്. നല്ലതുപോലെ പഠിക്കണം. ഉസ്താദന്മാരുടെ കയ്യിൽ നിന്ന് ഇട്ടുകൊണ്ടല്ല അത് പറയുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും ഹദീസും കൊണ്ടാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെതായ വിശുദ്ധ ഖുർആനും ആ ഹദീസും ഫിഖ്ഹും ഒക്കെ അടിസ്ഥാനം വെച്ചുകൊണ്ടാണ് ഉസ്താദന്മാർ ഇവിടെ ക്ലാസ് പറയുന്നത്. അത് നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ്. അത് പോസിറ്റീവ് മൈൻഡോട് കൂടി എടുക്കാൻ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഉസ്താദന്മാരെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ട്രോളുമ്പോ മറ്റുള്ളവർ എന്താണ് ഇതിനെ മനസ്സിലാക്കുന്നത് എന്നുള്ള ഒരു ബോധമെങ്കിലും നമുക്കുണ്ടാകണം. ഒരു ബോധം നമുക്കുണ്ടാകണം. നമ്മുടെ ഉസ്താദന്മാരെ, നമ്മുടെ പണ്ഡിതന്മാരെ കളിയാക്കിയിട്ട് പറയുമ്പോ നരകക്കൊള്ളിയാണ്, മറ്റേതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഉസ്താദന്മാരെ കളിയാക്കുമ്പോ നരകക്കൊള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടെ മനുഷ്യന്മാരെയും കല്ലുകളെയും കത്തിക്കപ്പെടും നരകത്തിൽ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞെങ്കിൽ അതാണ് പറഞ്ഞത്. അത് നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ട് പറയുന്നതല്ല. അത് അള്ളാഹു ഈ പ്രപഞ്ചത്തെ പടച്ച് സംരക്ഷിക്കുന്ന അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനാണ് അത് പറഞ്ഞു തരുന്നത്. അത് നമ്മൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ? ഈ നശിച്ചു പോകുന്ന, നമ്മളെ നശിപ്പിക്കുന്ന ഈ ദുനിയാവിലേക്ക് അലിഞ്ഞു ചേർന്നുകൊണ്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അവസാന കാലമാകുമ്പോ എന്റെ ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് സമ്പത്തിനോടായിരിക്കും, ഈ ദുനിയാവിനോടായിരിക്കും. അതിനെക്കുറിച്ച് അവരോട് ചർച്ച ചെയ്യുമ്പോ അവര് നിങ്ങളെ പെരടി വെട്ടാൻ വരും, അവര് നിങ്ങളെ കളിയാക്കാൻ വരും, അവര് നിങ്ങളെ നാട് കടത്താൻ പോലും അവര് തുനിയും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ അതിനെ കളിയാക്കിയിട്ട്, അതിനെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കി ചിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കോ, നിങ്ങൾ കൂടുതൽ ചിരിക്കേണ്ടി വരില്ല. കാരണം അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇത് വെക്കുന്നത്. നമ്മുടെ വാക്കുകളല്ല, പ്രവൃത്തികളല്ല, സംസാരങ്ങളില്ല. കാരണം പാപം ചെയ്യാത്തവരില്ല, എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. പക്ഷേ അതിനനുസരിച്ചുള്ളതായ ഒരു തിരുത്തൽ വരുമ്പോ അത് തിരുത്താൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ തയ്യാറാകണം. അതാണ് ബുദ്ധിയുള്ളവരുടെ അടയാളം. അതാണ് ബുദ്ധിയുള്ളവരുടെ അടയാളം. ഒരു തിരുത്താൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരുത്തണം. അത് തിരുത്താൻ കഴിയുമെങ്കിൽ അത് തിരുത്തണം. അതാണ് ബുദ്ധിയുള്ളവരുടെ അടയാളം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദന്മാരെ കളിയാക്കാൻ വേണ്ടി കടന്നു വന്ന് അവരെ കളിയാക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കളിയാക്കുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെയും
ഖുർആനിനെയും ഹദീസിനെയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഭാര്യ അന്യപുരുഷന്റെ മുന്നിൽ വന്നുകൊണ്ട് കൊഞ്ചുകയും കൊഴയാടുകയും പാട്ട് പാടുകയും അവളെ കണ്ടുകൊണ്ടിരിക്കുക, രസിക്കുക എന്ന് പറയുന്നത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ ഹുക്മില് അത് ഹറാമ് തന്നെയാണ്. അത് ഹറാമാണ്, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. അത് മറ്റുള്ളവർ നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് ആസ്വദിക്കുമ്പോ ഏതെല്ലാം രൂപത്തിൽ കാണുന്നവരുണ്ട്. എല്ലാവരും ഒരേ രൂപത്തിലല്ല ചിന്തിക്കുന്നത്, പലരും പല രൂപത്തിലാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പെണ്ണ് അന്യപുരുഷന്റെ മുന്നിൽ വരുമ്പോ അതിന്റെ മാന്യതയോടുകൂടി കടന്നു വരണം, മാന്യതയോടുകൂടി സംസാരിക്കണം എന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് ഉസ്താദന്മാരെ കളിയാക്കി അവരെ ട്രോൾ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. അവര് പറയുന്നത് അള്ളാഹുവിന്റെ കലാമും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും തിരുഹദീസുമാണ് എന്നുള്ള വ്യക്തമായൊരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അത് പാണ്ടിക്കാട് കുഞ്ഞനാണെങ്കിലും ശരി, മലപ്പുറം താഹയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മണ്ട കൊണ്ട്, തലമണ്ട കൊണ്ട്, ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് ഈമാനും ഹിദായത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.